ജനുവരി 29, 2026. സ്വർണ്ണവില പവന് 1,31,160 രൂപ എന്ന സർവകാല ഉയരം തൊട്ട ദിവസം. ആദ്യമായാണ് കേരളത്തിൽ സ്വർണ്ണവില 1.25 ലക്ഷത്തിൽ കൂടുതൽ എത്തിയത്. എന്നാൽ വെറും 2 ദിവസം കൊണ്ട് ഓൾ ടൈം ഹൈയിൽ നിന്നും 1 പവൻ സ്വർണത്തിന് 13,400 രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണവിലയിലെ കുത്തനെയുള്ള ഈ ഇടിവിന് കാരണം എന്താണ്? ഇനിയും സ്വർണ്ണവില താഴേക്ക് വരുമോ? നോക്കാം. ആഗോളതലത്തിൽ ദുർബലമായ പ്രവണതകൾക്കും US ഡോളറിന്റെ തിരിച്ചുവരവിനുമിടയിൽ നിക്ഷേപകർ വൻതോതിൽ ലാഭം ബുക്ക് ചെയ്തതോടെയാണ് സ്വർണ്ണവിലയിൽ കനത്ത ഇടിവുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പ്രകാരം സ്വർണം 10 ഗ്രാമിന് 14,000 രൂപയും വെള്ളിവില കിലോഗ്രാമിന് 20,000 രൂപയും വരെ കുറഞ്ഞു. ജനുവരി 29 ഔൺസിന് 5,598.75 ഡോളർ എന്ന സർവകാല ഉയരത്തിലെത്തിയ ആഗോള സ്വർണ്ണവില കഴിഞ്ഞ ദിവസം 5,000 ഡോളറിന് താഴെ എത്തി. ഒരു ഘട്ടത്തിൽ 4,685 ഡോളറിലേക്കും വില താഴുകയാണ് ചെയ്തത്. ആഗോള വിപണിയിൽ സ്വർണം കത്തിക്കയറിയപ്പോൾ ജനുവരി 29 8,000-ലധികം രൂപയായിരുന്നു കേരളത്തിൽ 1 പവൻ ഒറ്റയടിക്ക് ഉയർന്നത്. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും രാഷ്ട്രീയ പൊരുത്തക്കേടുകളും സ്വർണത്തിലേക്കുള്ള ആവശ്യകത കൂട്ടുകയാണ്. സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെയും വെള്ളിയെയും തെരഞ്ഞെടുക്കുന്നതോടെ ഓരോ ദിവസവും ഡിമാൻഡും വർദ്ധിക്കുകയാണ്. വിദേശ വിനിമയ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുന്നതിനായി സെൻട്രൽ ബാങ്കുകൾ വൻതോതിൽ സ്വർണവും വെള്ളിയും വാങ്ങിക്കൂട്ടുന്നതും വില വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഇടിവിന് പിന്നിൽ എന്താണ് കാരണം? അതിൽ ആദ്യത്തേത് ലാഭമെടുപ്പ് തന്നെയാണ്, അഥവാ പ്രോഫിറ്റ് ബുക്കിംഗ്. സമീപകാലത്തെ റെക്കോർഡ് റാലിയെ തുടർന്ന് നിക്ഷേപകർ കൂടുതൽ ലാഭം ബുക്ക് ചെയ്യാൻ തുടങ്ങിയതോടെ സ്വർണത്തിലും വെള്ളിയിലും ഗണ്യമായ തിരുത്തലാണ് കാണുന്നത്. ശക്തമായ മുന്നേറ്റത്തിന് ശേഷം നേട്ടങ്ങൾ ഉറപ്പാക്കാൻ ശ്രമിച്ച സ്ഥാപനങ്ങളും വിറ്റഴിക്കാൻ ശ്രമിച്ചതാണ് ഇടിവിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് HDFC സെക്യൂരിറ്റീസിലെ സീനിയർ കമോഡിറ്റീസ് അനലിസ്റ്റായ സൗമിൽ ഗാന്ധി പറയുന്നത്. കൂടാതെ ടെക്നിക്കൽ ചാർട്ടിൽ വില വളരെ ഉയർന്ന അല്ലെങ്കിൽ ഓവർബോട്ട് മേഖലയിൽ എത്തിയതിനാൽ ഒരു ലാഭമെടുപ്പിനുള്ള സാധ്യത കൂടുതലായിരുന്നു. ഇത് കൂടുതൽ ഇടിവിലേക്കും നയിച്ചു. സ്വർണത്തിന്റെ കാര്യം ഓക്കെ, പക്ഷേ ഈ വെള്ളിവില ഇങ്ങനെ പിടിവിട്ടുയരാൻ എന്താണ് കാരണം? ഇതിൽ ചൈനയുടെ പങ്ക് എന്താണ്? നോക്കാം. 2025 വെള്ളിവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തിയത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ തകർത്താണ് വെള്ളി വലിയ കുതിപ്പ് നടത്തിയത്. ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് വർദ്ധിക്കുന്നത് തന്നെയാണ് പ്രധാനമായിട്ടും ഇതിന് പിന്നിലെ കാരണം. സോളാർ ഉപകരണങ്ങൾ, ഇലക്ട്രിക് വാഹന ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടേഴ്സ്, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയിൽ വെള്ളി വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. 2024 ഏകദേശം 3,300 മെട്രിക് ടൺ ഉൽപാദനത്തോടെ ലോകത്തിലെ 2ാമത്തെ വലിയ വെള്ളി ഉൽപാദക രാജ്യമായിരുന്നു ചൈന. ആഗോള ഉൽപാദനത്തിന്റെ ഏകദേശം 13% വരും ഇത്. അതേസമയം ലോകത്തെ ആകെ വെള്ളിയുടെ 65%-ലധികവും ഉപയോഗിക്കുന്നതും ഇതേ ചൈന തന്നെയാണ്. വെള്ളിയിന്മേൽ പുതിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചൈന. ജനുവരി മുതൽ ചൈന പ്രഖ്യാപിച്ച പുതിയ നയമനുസരിച്ച് സർക്കാർ ലൈസൻസ് ഉള്ള വൻകിട കമ്പനികൾക്ക് മാത്രമേ ഇനി വെള്ളി കയറ്റുമതി ചെയ്യാൻ അനുവാദമുള്ളൂ. ഇതിനാൽ തന്നെ ഇത് ആഗോള വിപണിയിലെ ലഭ്യത കുറയ്ക്കും എന്നതിൽ സംശയമില്ല. സ്വാഭാവികമായും വില പിടിവിട്ടുയരുകയും ചെയ്യും. ഡോളറിന്റെ ശക്തിയും ട്രംപിന്റെ പ്രഖ്യാപനവും തന്നെയാണ് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. തുടരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളിൽ കുതിക്കുകയാണ് ഡോളർ വില. ഡോളർ കരുത്താർജിക്കുന്നതും സ്വർണത്തിന് തിരിച്ചടി നൽകുന്നുണ്ട്. ഫെഡ് ചെയർമാൻ ജെറോം പവലിന് ശേഷം ഫെഡ് തലപ്പത്തേക്ക് മുൻ ഫെഡ് ഗവർണറായിരുന്ന കെവിൻ വാഷിനെ ഡൊണാൾഡ് ട്രംപ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. കെവിനെ വളരെ കാലമായി അറിയാമെന്നും അദ്ദേഹം മികച്ച ഫെഡ് ചെയർമാൻമാരിൽ ഒരാളായിരിക്കുമെന്നും ഒരുപക്ഷെ ഏറ്റവും മികച്ച സ്ഥാനത്തേക്ക് എത്തിയേക്കാമെന്നും ഉൾപ്പെടെയുള്ള ട്രംപിന്റെ കമന്റും മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നുണ്ട്. 2006 2011 ഇടയിലാണ് ഫെഡ് ഗവർണറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നത്. 2026 തുടങ്ങിയപ്പോൾ തന്നെ സ്വർണ്ണവിലയിൽ വലിയ കയറ്റിറക്കങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ തന്നെ റെക്കോർഡുകൾ തകർത്ത സ്വർണ്ണവില വീണ്ടും കുതിക്കുമെന്നാണ് പുറത്തുവരുന്ന ഓരോ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. വരും മാസങ്ങളിൽ 10 ഗ്രാം സ്വർണത്തിന് ഏകദേശം 1.91 ലക്ഷം കടക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. വെള്ളിയുടെ കാര്യത്തിലും വർധനവ് തന്നെയായിരിക്കും സംഭവിക്കുക. കിലോയ്ക്ക് 5 ലക്ഷം രൂപ വരെ വില ഉയരുമെന്നാണ് വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ.
ആഗോള അനിശ്ചിതത്വത്തിനിടെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലകൾ ഉയർന്ന നിലയിൽ തുടരുമെന്ന് തന്നെയാണ് 2025-26 സാമ്പത്തിക സർവേ റിപ്പോർട്ടും പറയുന്നത്. സാമ്പത്തിക സർവേ പ്രകാരം 2025 സ്വർണ്ണവില വലിയ കുതിപ്പിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയുടെ അതായത് MCX-ന്റെ സ്പോട്ട് സ്വർണ്ണവില പരിശോധിക്കുമ്പോൾ 2025 ജനുവരി 30-ന് സ്വർണ്ണവില 81,028 എന്ന നിലയിലായിരുന്നു. എന്നാൽ 2026 ജനുവരി 29-നാകട്ടെ ഇത് 1,75,231 എന്ന നിലയിലേക്ക് ഗണ്യമായ ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ നിക്ഷേപകർക്ക് 116% റിട്ടേൺ. 2025-26 സാമ്പത്തിക സർവേയിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ വി അനന്തനാഗീശ്വരൻ പറയുന്നത് 2025-26 സ്വർണത്തിന്റെ റെക്കോർഡ് വില പ്രധാനമായും അമേരിക്കയുടെ താരിഫ് പ്രഖ്യാപനങ്ങൾ കാരണമാണ് എന്നാണ്. തുടരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും താരിഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ അപ്ഡേറ്റുകളും എല്ലാം വിപണികൾ ആശങ്കയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. അനിശ്ചിതാവസ്ഥകൾ തുടർന്നാൽ സ്വർണവും വെള്ളിയും വീണ്ടും റെക്കോർഡുകൾ ഭേദിക്കുമെന്നതിൽ സംശയമില്ല.